ഹായ് ഡിയേഴ്സ്, ഓണമൊക്കെ അല്ലേ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് സാധാരണ ചെറുപയർ പരിപ്പ് പ്രഥമനല്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ പച്ചരിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ അച്ഛമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണല്ലോ നമ്മുടെ സാധാരണ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഉണ്ടാവുക. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് കടയിൽ നിന്ന് വാങ്ങിയതാണ് എടുത്തത്. അല്ലാണ്ട് നമുക്ക് ചെറുപയർ വറുത്തിട്ട് അതിൻ്റെ ഇത് ഇടിച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണല്ലോ എളുപ്പം. അപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതിന് ശേഷമാണല്ലോ നമ്മൾ ഈ പരിപ്പ് കഴുകുക. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോണ്ടല്ലോ ഈ ഒരു കളറ് മാറിയിട്ട് വേറൊരു കളറാവണം. പക്ഷേ കരിയും ചെയ്യരുത്. ചെറിയൊരു തീയിൽ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ അടുപ്പിലാണ് വറുത്തെടുക്കുന്നത്. തീ കുറച്ചിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ചൂട് മാറിയതിന് ശേഷം 3-4 വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. അപ്പം ഞാനിവിടെ പച്ചരി എടുക്കുന്നുണ്ട്. പിന്നെ പച്ചരി ഒരുപാട് പച്ചരി വേണ്ട, കുറച്ച് പച്ചരി മതി കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഞാൻ വേവിക്കുന്നത് വെള്ളത്തിലല്ല കേട്ടോ. എനിക്ക് വെള്ളത്തിൽ വേവിക്കുമ്പം കുറച്ചൊരു പച്ചച്ചുവ തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങാപ്പാലിൽ വേവിക്കാന്നുള്ളത്. അതായത് നമ്മുടെ 3-ാം പാലില്ലേ അതാവുമ്പം ആ ഒരു പച്ചച്ചുവ ഉണ്ടാവില്ല, നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും ഈ ഒരു പായസത്തിന്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് തേങ്ങ ഉരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഉരിച്ചെടുത്ത് ഞാൻ ഒരു തേങ്ങയാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനിപ്പം ഒരു തേങ്ങ എടുക്കുന്നുള്ളൂ. എനിക്കിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഒരു തേങ്ങ എടുക്കേണ്ട ആവശ്യം ഇപ്പോൾ ഈ ഒരു അളവിൽ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ചിരവിയെടുക്കാം. ചിരവിയതിന് ശേഷം ഞാനിവിടെ 1-ാം പാൽ എടുക്കുന്നുണ്ട്. ഞാനിവിടെ മിക്സിയിൽ തന്നെയാണ് തേങ്ങാപ്പാൽ എടുക്കാറ്. അല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1-ാം പാൽ എടുക്കുമ്പോൾ ഞാനൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട്, കുതിരാൻ വേണ്ടിയിട്ട്. എന്നാൽ വേഗം പാല് കിട്ടുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 2-ാം പാൽ എടുക്കുന്നുണ്ട്. 2-ാം പാൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് 2-ാം പാലും പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചധികം ഉണ്ടാവുമല്ലോ 2-ാം പാൽ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണെങ്കിൽ, ഇളം ചൂടുവെള്ളമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ 3-ാം പാൽ കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് നമുക്ക് അരി വേവിച്ച് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ 3-ാം പാലും കൂടെ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാൽ മാറ്റി വെക്കാം അവിടെ. എന്നിട്ട് 3-ാം പാൽ മാത്രം എടുത്തിട്ട് ആ 3-ാം പാൽ നന്നായിട്ട് ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരിക്കലും ഇത് കുറഞ്ഞു പോകരുത് കേട്ടോ. വെള്ളം കുറഞ്ഞു പോയാൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിലും കൊണ്ട് ഇത് സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ആവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട തേങ്ങാക്കൊത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ജീരകമൊക്കെ ചതച്ച് റെഡിയാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ബെല്ലം ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബെല്ലം ഉരുക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെല്ലം ഉരുക്കിയെടുത്തതിന് ശേഷം അത് ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ അരിച്ചിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇപ്പോഴത്തെ ബെല്ലത്തിനൊക്കെ നല്ലോണം തരിയുണ്ട്. അപ്പോൾ അതും അരിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം നല്ലപോലെ ഒന്ന് കുറച്ച് ടൈറ്റായിട്ടാണുള്ളത്. അപ്പോൾ ഒരുപാട് നേരം നിന്ന് കുറുകുമൊന്നും വേണ്ട. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച പാലില്ലേ, അതായത് 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം, അധികം കുറുകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഓൾറെഡി ഇതൊരു കുറുകിയ കൺസിസ്റ്റൻസി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ വേവിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും പിന്നെ ബെല്ലമൊക്കെ ഒരുക്കുമ്പോൾ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്ര കുറുക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം 1-ാം പാലും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്കായും ഒക്കെ പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം നേരം ഒന്നും തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് കുറുകിയാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ നമുക്ക് നെയ്യ് വേണേൽ നെയ്യ് എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പായസത്തിന് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഇവിടെ തേങ്ങാക്കൊത്ത് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റായതിന് ശേഷം ഞാൻ വേഗം മുറ്റത്തേക്കാണ് പോയത്. ഒരു ഇല എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മെയിനായിട്ട് ഇലയിൽ ഈ ഒരു പപ്പടവും ഇതൊക്കെ കൂട്ടി കഴിക്കാനാണ് പായസം ഉണ്ടാക്കിയത് തന്നെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പപ്പടവും വറുത്തെടുത്തായിരുന്നു. അങ്ങനെ പപ്പടവും പഴവും ഇതേപോലെ നല്ല ചൂട് പായസവും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു പായസമൊന്നും പൊതുവേ വലിയ ഇഷ്ടമില്ല. പക്ഷേ എനിക്കെന്തോ പെട്ടെന്ന് കഴിക്കണം തോന്നി, അതാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലുണ്ടല്ലോ ഭയങ്കര ഫേവറേറ്റാണ്. ഓണത്തിന് ഈ ഒരു പായസം വീട്ടിൽ അച്ഛമ്മ ഉണ്ടാക്കിയാൽ അച്ഛൻ എത്ര ഗ്ലാസ് കുടിക്കുന്നുള്ളതിൽ ഒരു കണക്കുമില്ല കേട്ടോ.
അപ്പോൾ എപ്പോൾ ചെറുപയർ പായസം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളത് ഓർമ്മിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ചെറുപയർ പരിപ്പ് പായസം കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.